ഹായ് ഗൈസ്, ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊരു സംഭവം ഉണ്ടായി കേട്ടോ. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പം അയ്യേ ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണേ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഐറിഷ് ട്രെയിനിൽ കയറി. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കേൾക്കുമ്പം അയ്യേ ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് തോന്നും. പക്ഷേ ഞാനിവിടെ വന്നത് ഞാൻ 1 വർഷം ആവുന്നേ ഉള്ളൂ അയർലൻഡ് വന്നിട്ട്. ഇതുവരെ വന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് പലപ്പോഴും നീ ട്രെയിനിൽ ഒന്നുമില്ല, ട്രെയിനിൽ നീ എന്തിനാണ് എന്നെ എപ്പോഴും കാത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി പോകാൻ നിൽക്കുന്നത് എന്തിനാണ്, നീ ട്രെയിനിൽ എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ ട്രെയിനിൽ കയറാൻ സമ്മതിച്ചിട്ടില്ല. കാര്യം എനിക്ക് പേടിയായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മെട്രോ കയറുന്ന ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ എന്നാലും സ്റ്റേഷൻ മാറിപ്പോവുമോ, അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റുമോ ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി. അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ചെക്കർ വരുമോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ഈ ട്രെയിനിൽ കയറുന്നതിനകത്ത് ഞാൻ മാറി നിന്നു. അതിനൊക്കെ തന്നെ പല കാര്യങ്ങളിൽ നിന്നും ഞാൻ എന്താ പറയുക, എനിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ദൂരെ ഒരു ജോലി നോക്കുമ്പോൾ തന്നെ ആ ജോലി കിട്ടിയായും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും. ഞാൻ ആ ജോലി കിട്ടുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെ മാനേജ് ചെയ്യും, പുള്ളിക്കാരന് അത് ബുദ്ധിമുട്ടാവുമോ എന്ന് ഞാൻ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഞാൻ എൻ്റെ ആ ഒരു ഇത് വിട്ട് ചിന്തിക്കുന്നത്. അപ്പം ആ കൊച്ച് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നീ ജോലി ആദ്യം നോക്ക്, ജോലി ആദ്യം പ്രിഫറൻസ് ആയിട്ട് നോക്ക്, പിന്നെ ബാക്കിയെല്ലാം നിൻ്റെ പുറകെ വന്നോളൂ എന്ന് ആ കൊച്ച് പറയുമെങ്കിലും ഞാനത് കാര്യം എനിക്കതായിരുന്നു ചിന്തിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാനില്ലാതെ എന്താ ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ന് ഇതിനൊക്കെ ട്രെയിനിൽ കയറി. ഇന്ന് ആ കൊച്ചിന് എന്നോട് വരാൻ പറ്റത്തില്ല. ആ കൊച്ചിന് എന്നോട് വരാൻ പറ്റാതെ, ആ കൊച്ചിന് ഓഫീസിൽ പോകണം, പിള്ളേരെ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ എനിക്കിന്ന് ട്രെയിനിൽ കയറിയിട്ടില്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഞാൻ ഇന്ന് ട്രെയിനിൽ കയറി ഗൈസ്. ട്രെയിനിൽ കയറി ഞാൻ കിൽക്കനിയിൽ നിന്ന് മെക്ഡൊണാൾഡ് ജംഗ്ഷനിൽ നിന്ന് ഞാൻ കാർലോയിൽ വരെ അത്രയും ചെറിയ ഡിസ്റ്റൻസ്, ഏകദേശം 2 സ്റ്റേഷൻ അത്രയും ഡിസ്റ്റൻസ് ഞാൻ വന്നിട്ടുള്ളൂ. പക്ഷേ അതൊന്നും അറിയാമല്ലോ, ഞാനിവിടെ വന്ന് ഞാൻ കാർലോ ഗാഡ സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ വരാൻ ഉദ്ദേശിച്ചത്. ഗാഡ സ്റ്റേഷൻ കണ്ടപ്പോൾ ഞാൻ കാർലോയിൽ ഇറങ്ങി ഞാൻ നടന്നു വന്ന് ഗാഡ സ്റ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം. എന്താ വെച്ചാൽ ഞാൻ ഇത്രയും നാളും മടിച്ചിരുന്നത് വെറുതെ ആയിപ്പോയി. എന്താ പറയുക, അല്ലാതെ ഇതെനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ റെയിലിൽ വന്ന് ഇറങ്ങുന്ന കാര്യം എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുറകോട്ട് നയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം എന്താ പറയുക, നമ്മളിപ്പം ഒന്നെങ്കിൽ ചിലർ, ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ ഓരോന്ന് പേടിച്ച് അയ്യോ അങ്ങനെ പോയാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗൾഫിൽ പോയാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് വന്നാൽ എങ്ങനെ, അവിടെ തണുപ്പല്ലേ, അതായത് ഇതാണ് എന്നൊക്കെ ചിന്തിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ കംഫോർട്ട് സോൺ വിട്ട് പുറത്ത് വന്ന് ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ ആ ഒരു വട്ടം ട്രൈ ചെയ്ത് അത് നിങ്ങൾ ഓവർകം ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ലെവൽ വരും. ഒരു കോൺഫിഡൻസ് ലെവലും എന്നെക്കൊണ്ടിത് പറ്റും എന്നൊക്കെ തോന്നും നമുക്ക്. ഇപ്പം ഈ ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് പോലും എനിക്കത് തോന്നുന്നുണ്ട്, ഈശ്വരാ ഇത് എന്തുകൊണ്ട് എന്നെക്കൊണ്ട് നേരത്തെ പറ്റിയില്ല. എത്രയോ പ്രാവശ്യം എനിക്ക് ട്രെയിനിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഡബ്ലിങ്ങിൽ തന്നെ ഞാൻ ഇവിടുന്ന് 1.5 മണിക്കൂർ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിച്ച് ഞാൻ ആ കൊച്ചുമായിട്ട് ഡ്രൈവ് പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ അന്ന് ട്രെയിനിൽ പോയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചിന്തിക്കുക. എന്താ പറയുക, നമ്മുടെ പ്രേമലൂരിൽ നസ്ലിൻ പറഞ്ഞതൊക്കെ തോട് പൊളിച്ച് പുറത്ത് വരിക, എങ്കിലും നമുക്ക് പല ഉയരങ്ങളും കൈപ്പടക്കാൻ അല്ലെങ്കിൽ കൈയാക്കാൻ പറ്റുള്ളൂ. இருகாலினிடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா, எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா.